കാതൽ എന്ന് പറഞ്ഞ സിനിമ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ ഒരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. അത് മമ്മൂക്കയുടെ അടുത്ത് എത്തിയപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടാവുമെന്ന് പ്രതീക്ഷിച്ചത് സംഭവിച്ചില്ല. അദ്ദേഹം അത് ചെയ്യാമെന്ന് പറയുന്നവിടം തൊട്ട് ആ സിനിമയുടെ അവസാനം വരെ, അത് തിയേറ്ററിൽ എത്തുന്നിടം വരെയും എല്ലാം വളരെ എളുപ്പമായിരുന്നു. പക്ഷേ അങ്ങനെ എളുപ്പമുള്ള ഒരു കാലത്ത്, കുറച്ചെങ്കിലും എളുപ്പമുള്ളൊരു കാലത്ത് ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് എത്തിപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഞങ്ങളെ സംബന്ധിച്ച് അത് എളുപ്പമായത്. ഒരു പക്ഷേ കുറേ വർഷങ്ങൾക്ക് മുന്നേ, കുറേ എന്ന് പറഞ്ഞാൽ അങ്ങ് പണ്ടെന്നല്ല, അറ്റ്ലീസ്റ്റ് 5-10 വർഷം മുന്നേ ഇതേ സിനിമ ചെയ്യാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ ഇത്ര എളുപ്പമായിരിക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. നമുക്ക് ഒരു പൗരരായിട്ട് കമ്മ്യൂണിറ്റിയിലുള്ളവരെ അംഗീകരിക്കുന്നത് തന്നെ വളരെ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ, വളരെ അടുത്ത അല്ലേ, അല്ലെങ്കിൽ ഡീക്രിമിനലൈസേഷൻ സംഭവിക്കുന്നത് 2018-ലാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു കാലം ഉണ്ടായി വന്നത് എങ്ങനെയാണ് അല്ലേ? വെറുതെ ഒരു ദിവസം അങ്ങ് സംഭവിച്ചതല്ല. ഒരുപാട് കമ്മ്യൂണിറ്റിയിലുള്ള ഒരുപാട് മനുഷ്യർ കാലങ്ങളായി ഒച്ചവെച്ചും സമരം ചെയ്തും മരിച്ചും ഒക്കെ നേടിയെടുത്തിട്ടുള്ള എളുപ്പമായിട്ടുള്ളൊരു സമയത്ത് നമ്മളിതുമായിട്ട് വന്ന് പോയതാണ്. അപ്പോൾ നമുക്ക് ആ സിനിമയുടെ കഥ എൻ്റെ അല്ല, വേറെ 2 പേര്, ആദർശം പോൾസണും, എന്തുകൊണ്ട് അവർ അങ്ങനെ ഒരു കഥ എഴുതി എന്നുള്ളത് ഈ കമ്മ്യൂണിറ്റിയിലുള്ള മനുഷ്യർ അനുഭവിച്ച് തീർത്തതല്ല, ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്ന, പലരെ സംബന്ധിച്ചും നരകതുല്യമായ, യാതൊരു മനുഷ്യത്വ സഹജമായ പെരുമാറ്റങ്ങളും പലപ്പോഴും കിട്ടാതെ വരുന്ന ഒരു സമൂഹം പോലെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവിടെ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരായിട്ട് സമരം ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങളാണ്. അപ്പോൾ ആ മാറ്റങ്ങൾ വന്നു നിന്നൊരു സമയത്ത് നമ്മൾ ഇതുമായിട്ട് വന്നതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായില്ല. അതേപോലെ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു ആക്ടർ അല്ലെ ഒരു നിർമ്മാതാവ് അതിൻ്റെ കൂടെ ഒപ്പം നിന്നതുകൊണ്ടുമാണ് കാതൽ നിങ്ങളൊക്കെ കണ്ടത് പോലും, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും വിസിബിലിറ്റി ഉണ്ടായത്. അല്ലാത്ത പക്ഷം ആ സിനിമ ഉണ്ടാവുമായിരിക്കാം, പക്ഷേ അത് ആൾക്കാർ കാണുകയോ ചർച്ച ചെയ്യുകയോ വിമർശനങ്ങളുണ്ടാവോ ഒന്നുമില്ലാതെ പോയേനെ. ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൽ മോഹൻലാലിൻ്റെ ഒരു പ്രസ്താവന കുറേ പേരെയെങ്കിലും വീണ്ടും അങ്ങനെയാണോ എന്നുള്ള ഒരു ചോദ്യം, അങ്ങനെ അല്ലായിരുന്നു എന്ന് ചിന്തിക്കുന്നവരെ പോലും മാറ്റി ചിന്തിക്കാൻ കാരണമാകുന്നുണ്ട്. അപ്പം ഈ ചോദ്യത്തിലേക്ക് മോഹൻലാലിനെ എത്തിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനൊരു സിനിമയിലേക്ക് മമ്മൂട്ടിയെ എത്തിക്കുന്നത്, ഞങ്ങളെ എത്തിക്കുന്നതൊന്നും നമ്മളായിട്ടുണ്ടാക്കിയെടുത്തിട്ടുള്ള കാര്യങ്ങളല്ല. അത് ഇവിടെ കഷ്ടപ്പെട്ട് ജീവൻ കളഞ്ഞും ഒക്കെ ആ മനുഷ്യർ, കമ്മ്യൂണിറ്റിയുള്ള മനുഷ്യരുടെ അവരായിട്ടുണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഹെട്രോസ് വന്നിട്ട് ഉണ്ടാക്കിയ ഒരു സംഗതിയായിട്ട് മാത്രമാണ് കാണാൻ പറ്റത്തുള്ളൂ.